ഇന്നലെയുണ്ടായ കൊടുങ്കാറ്റിലും കനത്ത മഴയിലും കോതമംഗലത്ത് വ്യാപക നാശനഷ്ടമാണുണ്ടായത്. പിണ്ടിമന പഞ്ചായത്തിലെ 8, 9 വാർഡുകളിലാണ് കാറ്റ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ആയക്കാട് വിഷ്ണു തമ്പാന്റെ വീട്ടിലേക്ക് തൊട്ടടുത്ത പറമ്പിൽ നിന്ന് കൂറ്റൻ ആഞ്ഞിലിമരം കടപുഴകി വീണ് സോളാർ പാനലുകൾ, വാട്ടർ ടാങ്ക്, മേൽക്കൂര എന്നിവ നശിച്ചു. ഇന്നലെ വൈകിട്ടുണ്ടായ കാറ്റിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് സംഭവിച്ചതെന്ന് വീട്ടുടമ വിഷ്ണു തമ്പാൻ പറഞ്ഞു. ഇന്നലത്തെ അതിശക്തമായിട്ട് കാറ്റ്, അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല. പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന നാശനഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂഫ് മുഴുവനും കംപ്ലീറ്റ് ആയിട്ട് പോയി. സോളാർ ഏകദേശം ഒരു 5 ലക്ഷം രൂപയുടെ അടുത്ത് ചിലവ് വന്നേക്കുന്നില്ല, അത് മുഴുവൻ പോയി. വാട്ടർ ടാങ്ക് മുഴുവനും പോയി. സോളാർ വാട്ടർ ഹീറ്റർ ഉണ്ടായിരുന്നു, അതും കംപ്ലീറ്റ് ആയിട്ട് എല്ലാം നശിച്ചു പോയി. ഇപ്പം ഇതുവരെയായിട്ട് ഇത് ഇവിടുന്ന് മുകളിൽ നിന്ന് മാറ്റാനായിട്ട് സാധിച്ചിട്ടില്ല. അത് സാധാരണ മരം വെട്ടാരെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല, അത് ക്രെയിൻ വരാതെ അത് മാറ്റാനും പറ്റില്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ഓണറുമായിട്ട് ഓൾറെഡി ഞങ്ങൾ സംസാരിച്ചായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഈ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു മറുപടി നമുക്ക് തന്നിട്ടില്ല. ഇതിലെന്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചൊരു മറുപടി വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ സംസാരം നടന്നുകൊണ്ടിരിക്കുന്നു. വാർഡ് മെമ്പറേയും തഹസിൽദാരെയും അങ്ങനെയുള്ള ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരെയും കാര്യങ്ങൾ ഞാൻ അറിയിച്ചിട്ടുണ്ട്. ബാക്കിയൊരു ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആയക്കാട് പുല്ലാട്ട് സന്തോഷിന്റെ ഏക ഉപജീവന മാർഗമായ 25ഓളം ജാതിയും, തെങ്ങ്, വാഴ എന്നിവയും നശിച്ചു. പിണ്ടിമന പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിലായി 15ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വൻ കൃഷിനാശവും ഉണ്ടായി. 15ഓളം വൈദ്യുതി പോസ്റ്റുകളും നിലംപൊത്തി. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് പിണ്ടിമന പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത്. വൻ നാശനഷ്ടമാണ് പിണ്ടിമന പഞ്ചായത്തിലുണ്ടായതെന്നും വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണത് മൂലമുണ്ടായ വൈദ്യുതി തടസ്സം ഉടൻ പരിഹരിക്കുമെന്നും നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പിണ്ടിമന പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൗക്കത്ത് അലി പറഞ്ഞു. ഒരുപാട് നാശനഷ്ടങ്ങൾ ഈ കോതമംഗലം താലൂക്കിൻ്റെ പല പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൻ്റെ 8, 9 വാർഡുകളിലാണ് ഏറ്റവും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആളുകൾ ജാഗ്രതയോടുകൂടി നിൽക്കണം. വൈകുന്നേര സമയങ്ങളിൽ മാക്സിമം പുറത്തിറങ്ങാതെയൊക്കെ ശ്രദ്ധിക്കുക. കാരണം വലിയ കാറ്റാണ്. വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിലും മാക്സിമം ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയിലും പഞ്ചായത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ തലത്തിലും ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കുട്ടമ്പുഴ പഞ്ചായത്തിൽ 100 ഏക്കർ മുതൽ പൂയംകുട്ടി വരെയുള്ള പ്രദേശത്താണ് കാറ്റിന്റെ സംഹാരതാണ്ഡവമുണ്ടായത്. കുറ്റിയാംചാൽ നെല്ലിക്കുന്നേൽ മാത്യൂസിന്റെ വീടിന് മുകളിലേക്ക് തേക്കും പ്ലാവും മറിഞ്ഞു വീണു. വീടിനോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന കോൺക്രീറ്റ് കുടിവെള്ള സംഭരണി പൂർണ്ണമായും തകർന്നു. 2 ഷെഡുകളും തകർന്നു. കുറ്റിയാംചാൽ സ്വദേശി ഐബ്, മഹേഷ്, ലിജോ ജോസ്, കൂവപ്പാറ ഷിനാജ്, ബിനു, സണ്ണി, ആനക്കയം ജോർജ്, 100 ഏക്കർ വിൽസൺ, ഷാജു, ജെസി, സണ്ണി എന്നിവരുടെ വീടുകൾക്കാണ് ഭാഗിക നാശമുണ്ടായത്. കോട്ടപ്പടി പഞ്ചായത്തിൽ 6, 7, 8 വാർഡുകളിലായാണ് വീടുകൾക്ക് നാശനഷ്ടം നേരിട്ടത്. കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടുണ്ടായ കാറ്റിൽ കോതമംഗലത്ത് കോടികളുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം, NBA, NAT അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, BTech കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ.